ഇന്തോനേഷ്യയിലെ ഒരു ബസ് സ്റ്റോപ്പ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ബസ്സുകൾ വന്ന് കിടക്കുന്നുണ്ട്. ബസ് സ്റ്റോപ്പിൻ്റെ അകത്ത് കുറച്ച് ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിരാവിലെയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ ഓഫീസ് കാര്യങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ കുറവായിരിക്കും. പക്ഷേ മറ്റു ദിനങ്ങളിൽ ബസ് സ്റ്റോപ്പിലൊക്കെ ആളുകൾ കൂടുതലായിരിക്കും. നമുക്ക് ബസ് ടിക്കറ്റ് ഈ ബസ് സ്റ്റോപ്പ് ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള കൗണ്ടറിൽ നിന്ന് നമ്മൾ വാങ്ങിക്കണം. അതല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ബസ്സിൻ്റെ അകത്ത് കയറിയിട്ട് ടിക്കറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ പണം കൊടുത്ത് ടിക്കറ്റ് വാങ്ങിക്കുന്ന പദ്ധതി ഇവിടെ ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകളും ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ആളുകൾക്ക് ക്യൂ നിന്ന് ബസ് ടിക്കറ്റ് വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ ഈ പ്രദേശത്തുള്ള ചില കാഴ്ചകൾ ഒക്കെയാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, നല്ല ക്ലീനാണ്, നല്ല നീറ്റാണ് ഈ ഭാഗങ്ങളിലൊക്കെ. ഇതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവിടെ ഒരുപാട് സെക്യൂരിറ്റി അതുപോലെ തന്നെ ഗാർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു തുണ്ട് കടലാസോ പ്ലാസ്റ്റിക്കോ ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ജക്കാർത്തയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചില പ്രദേശങ്ങളാണ്. എന്നാൽ ജക്കാർത്ത നഗരത്തിലെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല ഫെസിലിറ്റീസും അതുപോലെ തന്നെ വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ബിസിനസ്, നമ്മുടെ ഓഫീസും താമസ സ്ഥലങ്ങളൊക്കെ ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റും ഒരുപാട് ബ്രാൻഡഡ് കമ്പനികളുടെ ഷോറൂമുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഒരു ക്രിസ്മസ് ട്രീ, അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഉള്ള മറ്റൊരു പ്രത്യേകത എന്താ അറിയാം, നമുക്ക് കാറ് കൊണ്ടുവന്നിട്ടാൽ എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറ്റില്ല. കാറ് പാർക്ക് ചെയ്യാൻ കൃത്യമായിട്ടുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ അകത്ത് കാറ് പാർക്ക് ചെയ്യാനുള്ള ലൈൻ ഇട്ടിരിക്കും. അപ്പോൾ ആ ലൈനിൻ്റെ അകത്ത് കൃത്യമായിട്ട് നമ്മൾ പാർക്ക് ചെയ്തോളണം. അപ്പോൾ അങ്ങനെ പാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എക്സ്ട്രാ ഫൈൻ വരും.